ഇത് നോമ്പ് കാലമാണല്ലോ, അപ്പോൾ വിരുന്നിന്റെ കൂടെ കാലം. എന്നാൽ ആരോഗ്യപരമായ ഒരു ഇഫ്താർ എങ്ങനെ തിരഞ്ഞെടുക്കണമെന്ന് നമുക്ക് നോക്കാം. നോമ്പ് തുറക്കുമ്പോൾ എല്ലാവരും ചെയ്യുന്നത് പോലെ ഒന്നോ രണ്ടോ ഈത്തപ്പഴമോ ഒരു ഗ്ലാസ് വെള്ളമോ കൊടുക്കുക. അതിനുശേഷം സാലഡുകളോ സൂപ്പുകളോ ഭക്ഷണത്തെ ഉൾപ്പെടുത്തും. വറുത്ത സമോസ, പക്കവട എന്നിവയൊക്കെ ഒഴിവാക്കുക. അതിനു പകരം പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഗ്രിൽഡ് ആയിട്ടുള്ള ചിക്കൻ, മുട്ട, പയറുവർഗ്ഗങ്ങൾ എന്നിവ ഉൾപ്പെടുത്തി. പഞ്ചസാര ചേർത്ത ജ്യൂസിന് പകരം ഇളനീർ, മോരുവെള്ളം, നാരങ്ങ വെള്ളം നേർപ്പിച്ചത് എന്നിവ ഉപയോഗിക്കും. അതുപോലെ തന്നെ ഒരേ സമയം അമിതമായി ഭക്ഷണം കഴിക്കുന്നതിന് പകരം അരവയർ ആഹാരം കഴിക്കുക. ഇത് ദഹന പ്രക്രിയ എളുപ്പമാണ്. അങ്ങനെ ഗ്യാസ് ട്രബിൾ പോലുള്ള പ്രശ്നങ്ങൾ വരാതെ സഹായിക്കും. ഇങ്ങനെ ഇഫ്താറിന് ശരിയായ ഭക്ഷണക്രമം സ്വീകരിക്കുന്നത് വഴി ദഹനവും ഊർജവും സംരക്ഷിക്കാൻ സഹായകമാണ്. എല്ലാവർക്കും ആരോഗ്യപൂർണമായ ഒരു നോമ്പുകാലം ആശംസിക്കുന്നു.